കോൺഗ്രസ് വലിയ അഴിച്ചുപണിയിലേക്ക് കടക്കുകയാണ്. പാർലമെന്റിൽ വാ തുറക്കാൻ അനുവദിക്കാതെ തരൂരിനെ ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. അതിനു പിന്നാലെയാണ് പാലോട് രവി കോൺഗ്രസിനെതിരെ വാ തുറന്നത്. അവിടെ തന്നെ AICC അതിശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഞൊടിയിടയിൽ പാലോട് രവിയെ പിടിച്ച് പുറത്താക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനും പിന്നാലെ 10ഓളം DCC പ്രസിഡന്റുമാരെ കൂടി പുറത്താക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് കടക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ KPCC അങ്ങ് പൊളിച്ചു കളയാമെന്ന് പാർട്ടിയും കരുതുന്നില്ല. പകരം പണിയെടുക്കുന്നവർ തലപ്പത്തേക്ക് കൊണ്ടുവരിക. അതിന്റെ ഭാഗമായിട്ടാണ് 10 പേരെ പുറത്താക്കി അടുത്ത 10 പേരിലേക്ക് അധികാരം കൈമാറുന്നത്. എന്തായാലും പാലോട് രവിക്ക് പിന്നാലെ 10ലധികം DCC അധ്യക്ഷന്മാരുടെ സ്ഥാനം തെറിക്കുമെന്നൊരു സൂചന പുറത്തു വരുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയിൽ അധികം പേരെയും ഒഴിവാക്കും. KPCC പുനഃസംഘടനാ ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കൾ ഈ ആഴ്ച തന്നെ അതിന്റെ ഭാഗമായി ദില്ലിയിലേക്ക് പോകുമെന്നും വിവരമുണ്ട്. സമ്പൂർണ്ണ പുനഃസംഘടനയല്ല, KPCC ഭാരവാഹികളെ പൂർണ്ണമായി മാറ്റില്ല. എന്നാൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയിലധികം പേരെയും ഒഴിവാക്കും. നിലവിലെ ഒഴിവുകൾ നികത്തുകയും ചെയ്യും. പാലോട് രവിക്ക് പിന്നാലെ 10ലധികം DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോഴും തൃശൂർ, എറണാകുളം, മലപ്പുറം DCC അധ്യക്ഷന്മാർക്ക് മാത്രമേ ഇളവ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതാണ് ദില്ലിയിലെ ചർച്ചയിൽ ഉണ്ടായ ധാരണ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപാണ് KPCCക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റിയത്. അതേ അഴിച്ചുപണിയിൽ തന്നെയാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അനിൽകുമാറും ഒക്കെ എത്തിയത്. ഇവിടെ തന്നെയാണ് UDF കൺവീനർ സ്ഥാനത്തേക്ക് MM ഹസനെ മാറ്റിക്കൊണ്ട് അടൂർ പ്രകാശിനെ ചുമതലപ്പെടുത്തിയതും. തന്നെ മാറ്റരുത് എന്ന് പറഞ്ഞ് പലതവണ സുധാകരൻ ഡൽഹിക്ക് പറന്നുവെങ്കിലും ക്രൈസ്തവ വോട്ടുകളെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് സണ്ണി ജോസഫിലേക്ക് KPCC കസേര ഒഴിച്ചുവെക്കുകയായിരുന്നു. എന്നാൽ അഴിച്ചുപണികൾ ഇവിടം കൊണ്ടും നിർത്തുന്നില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡും പറയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നൊക്കെ തരത്തിലുള്ള കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്നവർ തന്നെ പറയുമ്പോൾ അത് അണികളിൽ ആത്മവിശ്വാസം തകർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടുകൂടിയാണ് നിർണായകമായ സമയത്ത് 10 പേരെ പുറത്താക്കുകയും 10 പുതിയ പേരുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് നേതാക്കൾ ഡൽഹിക്ക് പറന്നത്.